വടക്കൻ കേരളത്തിൽ മഴ അതിശക്തം. 5 ജില്ലകളിലും റെഡ് അലർട്ട് തുടരുന്നു. ജില്ലകളിലെ ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. കടുത്ത ജാഗ്രതയിലാണ് മലയോര മേഖല. വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. ആദ്യം പ്രശാന്ത്, വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും KSEB ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്, ജനങ്ങൾ ജാഗ്രത പാലിക്കണം തുടങ്ങിയ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ടല്ലേ? ഗോപിക, കഴിഞ്ഞ 2 ദിവസമായി വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയാണ്. ഇന്നിപ്പോൾ എല്ലാ ജില്ലകളിലും റെഡ് അലർട്ട് തന്നെയാണ്. ഒപ്പം തന്നെ അതീവ ജാഗ്രത പുലർത്താൻ മലയോര നിവാസികൾക്ക് നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുമൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. വിലങ്ങാട് കഴിഞ്ഞ തവണ ഉരുൾപൊട്ടൽ ഉണ്ടായതാണ്. വിലങ്ങാട് 9 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു മേഖലകൾ ആവശ്യമാണെങ്കിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം താഴെത്തട്ടിലുള്ള ഭരണ സംവിധാനങ്ങൾക്ക് ജില്ലാ ഭരണകൂടങ്ങൾ നൽകിയിട്ടുണ്ട്. കോഴിക്കോട് അടക്കമുള്ള എല്ലാ മേഖലകളിലും ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ KSEBയുടെ ഭാഗത്തു നിന്നാണ് നിലവിൽ ഒരു നിർണായക അറിയിപ്പുള്ളത്. പ്രത്യേകിച്ച് ഇന്നലെ കോടഞ്ചേരിയിൽ 2 കുട്ടികൾ മരിക്കാനിടയായ സാഹചര്യത്തിലാണ് KSEB ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ലൈനുകൾ പൊട്ടിവിടാനും മരങ്ങളിലേക്ക് ചാഞ്ഞു വീഴാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആ ലൈൻ പൊട്ടിവീണ പ്രദേശത്ത് മാത്രമല്ല, അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്തൊക്കെ തന്നെ വൈദ്യുത പ്രവാഹം ഉണ്ടാകും. സ്വാഭാവികമായും അതുകൊണ്ട് നല്ല ജാഗ്രതയോടുകൂടി തന്നെ ജനങ്ങൾ ഇത്തരം മേഖലകളിലേക്ക് പോകണം. വെള്ളക്കെട്ടുകളിലേക്ക് ആരും ഇറങ്ങരുത്, മീൻ പിടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കോ പോകരുത് എന്ന കർശനമായ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ താഴെ പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകുന്ന നിലയിലേക്ക് അതിൽ തന്നെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ അത്തരം നിർദ്ദേശങ്ങൾ പുഴയുടെ കരയിൽ താമസിക്കുന്ന ആളുകളോടുള്ള നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റു മേഖലയിലും കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, വയനാട് ജില്ലകളിലും സമാനമായ രീതിയിൽ തന്നെയാണ് നിർദ്ദേശമുള്ളത്. വയനാട്ടിൽ നമുക്കറിയാം നേരത്തെ ദുരന്തങ്ങൾ ഉണ്ടായ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ സാധ്യത അടക്കമുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ ആ മേഖലയിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളുള്ള ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും അവർക്ക് മാറാനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ജില്ലാ ഭരണകൂടങ്ങൾ താഴെ പഞ്ചായത്തുകൾക്കും മറ്റ് ഭരണ സംവിധാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിൽ ഇന്നലെ രാത്രി വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തമാകുന്ന സമാന സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. അതുകൊണ്ട് ഈ മലയോര മേഖലകളിലൂടെ കടന്നു പോകുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് മേഖലകളിൽ തീരദേശ മേഖലയിലും സമാനമായ രീതിയിൽ തന്നെ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസമുണ്ട്. തിരമാലകൾ വലിയ രീതിയിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലും ജാഗ്രത നിർദ്ദേശം തുടരുകയാണ് ഗോപിക. ശരി പ്രശാന്ത്, തുടരുക. ഇപ്പോൾ മധ്യ കേരളത്തിൽ നിന്ന് രജിത്തും തെക്കൻ കേരളത്തിൽ നിന്ന് സാരംഗും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് രജിത്തിലേക്ക് വരാം. രജിത്ത്, സംസ്ഥാനത്ത് നിന്നും അതിതീവ്ര മഴ തുടരുകയാണ്. 11 ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. 8 ജില്ലകളിലെ തീരപ്രദേശങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലേ? എങ്ങനെയൊക്കെയാണ് മഴ മുന്നറിയിപ്പുകൾ ഉള്ളത്? തീർച്ചയായും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായും 11 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് ഉള്ളത്. അതിൽ തന്നെ 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഈ ജില്ലകളിൽ നമുക്കറിയാം തെക്കൻ ജില്ലകളിൽ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു ശക്തമായ മഴ തന്നെ പെയ്യുന്ന ഒരു സാഹചര്യമാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതലും നമുക്കറിയാം വടക്കൻ കേരളത്തിലാണ് എങ്കിൽ തന്നെയും ശക്തമായ മഴ മറ്റ് സ്ഥലങ്ങളിൽ എല്ലായിടത്തും തന്നെ പെയ്യുന്ന ഒരു സാഹചര്യമാണ്. മറ്റ് ജില്ലകളിലെല്ലാം തന്നെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതും. തലസ്ഥാനത്ത് മലയോര മേഖലകളിലേക്ക് അടക്കമുള്ള യാത്രകൾ ഇതിനോടകം തന്നെ നിരോധിച്ചിട്ടുണ്ട്. ടൂറിസ്റ്റ് മേഖലകളിലേക്കും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നിന്നും ആളുകളോട് മാറി പാർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും സൗകര്യങ്ങളും ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടവും താലൂക്ക് സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുന്നതിൻ്റെ ഭാഗമായി പ്രത്യേക ക്യാമ്പുകളടക്കം ഇതിനോടകം തന്നെ ഇവർക്ക് താമസിക്കുന്നതിന് ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മരങ്ങൾ കടപുഴകി വീണാണ് ഈ സ്ഥലങ്ങളിലൊക്കെയും ഈ കഴിഞ്ഞ രാത്രികളും അതിന് മുന്നത്തെ ദിവസങ്ങളിലൊക്കെയാണെങ്കിലും ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മരങ്ങൾ കടപുഴകി വീണും ചില്ലകൾ ഒടിഞ്ഞുമാണ്. ഇന്നലെയും ഈ സ്ഥലങ്ങളിലൊക്കെ PMGയിലും NGO ക്വാർട്ടേഴ്സ് ഭാഗങ്ങളിലും കിള്ളിപ്പാലം പ്രദേശങ്ങളിലൊക്കെയായി മരങ്ങൾ ഒടിഞ്ഞു വീണും അതുപോലെ തന്നെ വീടുകളുടെ മുകളിലേക്ക് മരങ്ങളുടെ ചില്ലകൾ ഒടിഞ്ഞു വീണുമൊക്കെയും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തുതന്നെയായാലും ശക്തമായ ജാഗ്രതാ നിർദ്ദേശമാണ് ഈ ഭാഗങ്ങളിലൊക്കെയും നൽകിയിട്ടുള്ളത്. ഇത് ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഈ മരങ്ങളൊക്കെയും മുറിച്ചു മാറ്റുന്ന ജോലികൾ തുടരുകയാണ്. പല സ്ഥലങ്ങളിലും ഗതാഗത തടസ്സമുണ്ടായിട്ടുണ്ട്. ആ തടസ്സമൊക്കെയും അല്പസമയത്തിനകം. രജിത്ത്, ഇനി നമുക്ക് മധ്യ കേരളത്തിലെ മഴയെ കുറിച്ച് അറിയാം. അവിടെ മഴ നല്ലൊരു ശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ ശക്തമായ മഴയാണ് പെയ്തത്.
അതിന്റെ ഭാഗമായി കൊച്ചിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. സാരംഗ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ കാലവർഷം നേരത്തെ എത്തിയതോടുകൂടി തന്നെ മധ്യ കേരളത്തിലടക്കം, അതായത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ കനക്കുകയാണ്, അല്ലെങ്കിൽ ശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇത്തരത്തിൽ കൊച്ചിയിൽ അതിശക്തമായ മഴയാണ്. ആ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അപകട സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇന്ന് കൊച്ചിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ട്യൂഷൻ ക്ലാസുകൾ, അതുപോലെ തന്നെ മറ്റ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേണ്ട മുൻകരുതലുകളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തീരദേശ മേഖലകളിലൊക്കെ തന്നെ വലിയ ജാഗ്രതയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലും അതുപോലെ തന്നെ കളക്ടറുടെയൊക്കെ നേതൃത്വത്തിലും മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം കുറച്ച് അപകടങ്ങൾ ഉണ്ടായിരുന്നു. അതായത് എറണാകുളം വടുതലയിൽ ഒഴുക്കിൽപ്പെട്ട ഒരാൾ മരിച്ചു. അതായത് ഈ മഴ കൂടിയതോടുകൂടി ഇത്തരത്തിൽ നമുക്കറിയാം കൊച്ചിയിൽ ഇത്തരത്തിൽ നിരവധി കനാലുകളും തോടുകളുമുള്ള ഒരു ജനവാസ മേഖലയാണ് കൊച്ചി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തോടുകളിലും മറ്റും പുഴകളിലൊക്കെ ആയിട്ട് ജലം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇത്തരത്തിൽ ഒഴുക്കിൽ പെട്ട ഒരാൾ മരിച്ചിട്ടുണ്ട്. 38 വയസ്സുള്ള അനീഷാണ് ഇന്നലെ മരിച്ചത്. കായൽ നീന്തി മറികടക്കുന്നതിനിടയിലാണ് അനീഷ് എന്ന് പറയുന്ന യുവാവ് മുങ്ങി മരണപ്പെട്ടത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ എടവനക്കാട്, നായരമ്പലം ഭാഗങ്ങളിൽ ഇന്നലെ ഇത്തരത്തിൽ വൈകുന്നേരത്തോടുകൂടി ഇത്തരത്തിൽ കടലാക്രമണ സാധ്യതകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വീടുകളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ ഭാഗങ്ങളിൽ കടലേറ്റമുണ്ടായ അവിടങ്ങളിലൊക്കെ തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് അധികൃതർ പാലിച്ചു പോരുന്നത്.